നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. പെബിൾസിൽ പുറത്ത് കളിച്ചോണ്ടിരിക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കനാൻ ഫാം. സോ നമ്മളിന്നുള്ളത് എക്സിറ്ററിലാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിവിയുടെ വീട്ടിലാണ് നമ്മളിപ്പം. സോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. സോ പ്ലാനിങ് പ്രകാരം ഇന്ന് വൈകിട്ട് നമ്മൾ എത്തോളായിരുന്നു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇന്നലെ ജോലി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോരാന്ന്. അങ്ങനെ ഇന്ന് ഏർലി മോർണിംഗ് 3:30 നമ്മളിവിടെ എത്തി. ഒന്ന് ഫ്രഷായി ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ പരിപാടി എന്താണ്, ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. അന്ന് നൈറ്റ് 9 മണി വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞ് എത്തി വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 11-12 മണിയായിട്ടുണ്ടായിരുന്നു. മിക്കയാണെങ്കിൽ ആ സമയത്ത് ഫുൾ ഓൺ എനർജിയിലിരിക്കുകയാണ്. നമ്മളുടെ പ്ലാൻ പ്രകാരം മിക്ക അന്ന് കിടന്ന് ഉറങ്ങിയാലേ ദ വോൾ ഡ്രൈവ് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഏകദേശം 1 മണിയായപ്പോഴേക്കും അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഏകദേശം 3-3:30 ആയപ്പോഴേക്കും നമ്മൾ അവരുടെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഒന്ന് ജസ്റ്റ് ഫ്രഷായി നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല അടിപൊളി പുട്ടും കടലയും. പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ എന്നെ കളിയാക്കുമായിരുന്നു. ആഴ്ചയിൽ 7 ദിവസവും പുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ് പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പം ഇന്ന് രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ നാളത്തേക്ക് തികവായിരിക്കും. പുഡിങ് ഉണ്ടാക്കുകയാണ്. വേറെ ഒന്നുമില്ല, ആപ്പിള്, സ്ട്രോബെറീസ്, പിന്നെ ഒരു മാംഗോ എല്ലാം കൂടി മിക്സ് ചെയ്യുക, കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്കൊരു 10 കോക്കനട്ട് മിൽക്കും പിന്നെ ഒരു 1/2 ടിൻ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചൗവരി ഉണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇടുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സോ നല്ല ക്രീമി കോക്കനട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. ഇത് കണ്ട ഞങ്ങളുടെ വയറ് കണ്ട. സോ കേക്ക് പരിപാടിക്കുള്ള ഓരോ കേക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ 2 കേക്കും സെക്കൻഡ് ലെയർ ഓഫ് ക്രീമും കളറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് സെറ്റ് ചെയ്യാനുണ്ട്. രാവിലെ നല്ല വയറിറച്ച് പുട്ട് കഴിച്ചുകൊണ്ട് നമ്മൾ ഉച്ചക്കലത്തേക്ക് വെറുതെ ഒരു ചിക്കൻ റോളിൽ ഒതുക്കി കേട്ടോ. പക്ഷെ ആ ചിക്കൻ റോളും നല്ല ഫില്ലിംഗ് ആയിരുന്നു. ഇത് പ്രജുന്റെയും ലിവിയുടെയും വെഡിങ് ആനിവേഴ്സറി കേക്ക്. ഇന്നാണ് കേട്ടോ അവരുടെ വെഡിങ് ആനിവേഴ്സറി. സോ ഇന്ന് നൈറ്റ് ആയിരിക്കും നമ്മളിത് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ലിവിയുടെ ജെൻഡർ റിവീലിന്റെ കേക്കാണ്. അത് നമ്മൾ നാളെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹലോ, പകുതി മുക്കാൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് ചില്ല് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. കേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് റാപ്പൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ എല്ലാവരും കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് ഇവിടെ അടുത്തൊരു ഫിഷിംഗ് സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഞാൻ അവിടെ ആ പ്ലേസിൽ പോയിട്ട് കണ്ടു. പ്രജൻ ജോലിക്ക് പോയി. ഞാനും ഈ ചാനൽ ലിവിയും മിക്കിയും മാത്രമേ ഉള്ളൂ. ഡ്യൂമേ മാത്തവും ഒരു 9:30 ആകുമ്പോഴേക്കും എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് അപ്പോഴും കാണാം, ഇപ്പോൾ ആ സ്ഥലവും കാണാം. ഓക്കെ. ആ ബീച്ചിലേക്ക് പോണ വഴി നല്ല രസമാണ് കേട്ടോ. എക്സിറ്റർ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഭയങ്കര കുന്നും മലയുള്ള സ്ഥലമാണെന്നാണ്. പക്ഷേ ഇവരിപ്പം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഗ്രീനറിയും ഫോറസ്റ്റും ഇതൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എല്ലാം ഉണ്ട് അവിടെ. ബീച്ച് അടുത്തുണ്ട്, ഫോറസ്റ്റ് അടുത്തുണ്ട്. ഇത് കുറച്ച് കൺട്രി സൈഡിലൊക്കെ ആയതുകൊണ്ട് റോഡ് ഫുള്ളും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ റോഡുകളായിരുന്നു. UK ഒട്ടുമിക്ക കൺട്രി സൈഡ് റോഡുകളും ഇങ്ങനെയാണ്. അവർ മാക്സിമം മരങ്ങളൊന്നും കട്ട് ചെയ്യാതെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. സോ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് 3 പേരും കൂടി പറയുമായിരുന്നേ, ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പം ശരിക്കും നമ്മളുടെ നാട് പോലെ തന്നെ ഇരിക്കുകയാണ്. നിറയെ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞതാണേ. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. ഇതാണ് ബീച്ച്. ഫുള്ള് പെബിൾസ് നിറഞ്ഞ ബീച്ചായിരുന്നേ. സോ നമ്മളിവിടെ എത്തിയാട്ടോ. അടിപൊളി പ്ലേസ്. ഫിഷ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഈ വൈബ് അടിപൊളിയാണ്. ഒരാൾക്കവിടെ വിശന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അയ്യോ, എന്താ പറയുക, അപ്പുറത്തേക്ക് പോയിട്ട് കാണിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് നല്ല പച്ച വെള്ളമുള്ള നല്ല അടിപൊളി ബീച്ചാണ്. മിക്കിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാം. പിച്ചായൻ അവിടെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും മിക്കിനെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാവേ. ഞാൻ ആവശ്യം ഇത് ബീച്ച് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. വരുന്നു. നമ്മൾ ആ അറ്റത്തേക്ക് പോവാണ്.
ചൂണ്ടെന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട്. എന്താ കടൽ കണ്ടു. മിക്കി മിക്കി ഇഷ്ടായോ? ഇതെന്താണിത്? ഓസ്ട്രിച്ചിന്റെ എഗ്ഗോ? മിക്കി നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. പക്ഷേ ഞാനിപ്പോ ജാക്കറ്റ് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്. അപ്പൊ ഈ കാറ്റുള്ള സമയത്ത് നമ്മള് ഒന്നും ഇട്ടില്ലെങ്കിൽ തണുത്ത് മരവിച്ചു പോവും. അതുകൊണ്ട് ഇപ്പൊ ജാക്കറ്റ് ഇട്ടേക്കുന്നേ. മിക്ക ഉറങ്ങുമായിരുന്നു. മിക്ക എക്സൈറ്റ്മെന്റ് കൊണ്ട് മിക്ക എണീറ്റ് പെബിൾസിൽ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവിനെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഇച്ചായനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇരുത്തോണ്ടിരിക്കുന്നു. ക്യൂട്ടല്ലേ? നമ്മള് കൊറേ നാൾക്ക് ശേഷമാണ് മീൻ പിടിക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഓൾമോസ്റ്റ് 8 months ബിഫോർ ആണ്. നമ്മൾ ഓഗസ്റ്റിലാണ് ഒന്ന് നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി ബ്രൈറ്റനിൽ പോയിട്ട് നമ്മളുടെ വീഡിയോ കണ്ടില്ലേ, വെഡിങ് ആനിവേഴ്സറിയുടെ, അന്നാ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഭയങ്കര ഒരു സന്തോഷം. അത് ഈ പ്ലേസിന്റെ ആണ് കൂടുതലും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോയിരിക്കുന്ന ബീച്ചിലൊക്കെ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഭയങ്കര ബീച്ചിന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഈ ബീച്ച് പറയാതിരിക്കും. ഇത് എക്സിറ്ററിലാണ്. ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ തരാം ഏതാണ് സ്ഥലം എന്ന്. എവിടെയാ? ബട്ട്ലിയാണ് ഈ ബീച്ചിന്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് ഒരു ടെന്റ് ബാർബിക്യൂ ചെയ്യാൻ പറ്റും. ടെന്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെന്റ് അടിക്കാം. പോരാത്തതിന് ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഒരു അടിപൊളി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അതിനുള്ള ഫുൾ വൈബ് ഉണ്ട് ഇതില്. ഇച്ചായോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഇച്ചായന്? അത് മീൻ കിട്ടണ കാര്യത്തിലിരിക്കും. പക്ഷെ ഞാനും ലിവിയും മിക്കിയും ഫുൾ എൻജോയ്മെന്റിലാണ്. അല്ലമ്മ? എൻജോയ് ചെയ്യണം മിക്കി. നമ്മളിവിടുന്ന് ഇറങ്ങിട്ടോ. മീനൊന്നും കിട്ടിയില്ല, പക്ഷെ വൈബ് അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളിവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നല്ല മുട്ട പപ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ മുട്ടയില്ലാത്തത് കഴിക്കും, ഇവര് മുട്ട. അതെ, പപ്സ് ചായ ഞാൻ കഴിക്കും. എന്നിട്ട് ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡെക്കറേഷൻസ്, അതിന് കേക്ക് കട്ടിങ്. അപ്പോൾ ഡ്യൂമ വന്നു ഗായ്സ്. ഡ്യൂമ വന്നപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി. യൂട്യൂബ് വീഡിയോ? യെസ്, യൂട്യൂബ് വീഡിയോ ആണ്. എനിത്തിങ് ടു സേ? ഇല്ല. പപ്സ് ഒക്കെ റെഡിയായേ. ഇത് മുട്ടയില്ലാത്ത പപ്സ്, ഇത് മുട്ടയുള്ള പപ്സ്. ഇതിടുമ്പോ ഞാൻ അപ്പോൾ അങ്ങനെ വൈകിട്ട് ബ്രജൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ കേക്ക് കട്ടിങ് നടത്തി കേട്ടോ. ഇത് ഹോൾ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത് കുറേ അധികം സെലിബ്രേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി, നാളെ ഇവരുടെ ജെൻഡർ റിവീല്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രജൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. പിന്നെ മിക്കീൻ്റെ ബർത്ത്ഡേക്ക് ഇവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ലിവി മിക്കിക്ക് വേണ്ടിയിട്ടും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഞാനും ഡ്യൂമയും ലിവിയും 10th വരെ ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. ഡ്യൂമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 3ാം ക്ലാസ്സിൽ ഞാൻ അസീസിൽ ജോയിൻ ചെയ്തപ്പോഴാണ്. ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് കയറി ചെന്നപ്പം നേരെ കാണുന്നത് ഇവളാണ്. ഒരു ക്യൂട്ട് ലിറ്റിൽ സാധനം, ഭയങ്കര ക്യൂട്ടായിരുന്നു ഇവളെ കാണാൻ വേണ്ടി, കുറേ കാപ്പിരി മുടിയൊക്കെ ആയിട്ട്. പിന്നെ ഒരു 5ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ലിവിയും ടാനിയും നമ്മളുടെ ക്ലാസ്സിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4 പേരും അടിപൊളി കൂട്ടുകാരായിരുന്നേ, പിരിയാൻ പറ്റാത്ത കൂട്ടുകാർ. അങ്ങനെ 9ാം ക്ലാസ്സിലായപ്പം നമ്മളെല്ലാവരെയും ഡിവിഷൻ മാറ്റി, ഭയങ്കര സങ്കടമായിരുന്നേ. ഡ്യൂമയും ബ്രിജിനും ഒരു ക്ലാസ്സിലേക്കായി, ഞാൻ ലിവിയും ടാനിയും വേറെ ക്ലാസ്സിലേക്കായി. എന്നിട്ടും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നിനും ഒരു കുഴപ്പം വന്നില്ല കേട്ടോ. അവിടെ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഈ 19-20 കൊല്ലത്തിന് ശേഷവും ഇപ്പോൾ UK നമ്മളിപ്പോൾ ഒന്നിച്ചാണെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അത്.
പറഞ്ഞ് ടോപ്പിക്ക് മാറിപ്പോയതറിഞ്ഞില്ല. അപ്പം കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂമ കൊണ്ടുവന്ന് നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി കഴിച്ചു. കുറേ നേരം കുശലം പറഞ്ഞ്. അപ്പം നിങ്ങൾ ഓർക്കും നമ്മൾ മാത്രമാണ്. അല്ല, നമ്മളെ ഹസ്ബൻഡ്സും കുശലം പറഞ്ഞിരുന്ന് അങ്ങനെ ആ നൈറ്റ് തീർന്നു. ബാക്കി വിശേഷങ്ങൾ പാർട്ട് 2 വീഡിയോയിൽ.